ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ്. അന്നേരം ഈ മൈൻക്രാഫ്റ്റ് ഫേക്ക് മൈൻക്രാഫ്റ്റ് ആണ്. കണ്ടാ, ഈ മരം തന്നെ കണ്ടോ? ഈ മരത്തിലത്തെ ടെക്സ്റ്റൈൽസ് എനിക്കുള്ളത് പോലെ തോന്നുന്നുണ്ടോ? അതെന്നാന്ന് വെച്ചാൽ ശരിക്കുള്ളതല്ല, ഇത് ഫേക്ക് മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ അത് സ്പിയർ മീസും എല്ലാത്തിനും സെയിമാണ്. അങ്ങനെ നമുക്ക് കളി തുടങ്ങാം. അങ്ങനെ നമ്മൾ ഏത് സ്പോൺ ചെയ്താലും അന്നേരം നമ്മൾ ഇതിൻ്റെ അവിടെ എത്തി. ഹലോ, സുഖല്ലേ? നീ എന്നോട് ആരാണ് ഇങ്ങോട്ട് വേണ്ടത്? പോണം. നിന്റെ അമ്മയാണോ അച്ഛനാണോ എന്ന് എനിക്കറിയില്ല. ഏതോ ഒന്നാണ്. എന്നാൽ ഈ വില്ലേജറിൽ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് എവിടെയാണ് ക്രാഫ്റ്റിൻ്റെ ഉള്ളു? ഇതുണ്ട്, നമുക്ക് എടുക്കാം. വാടാ വാടാ ഇങ്ങോട്ട്. കാണത്തില്ല. ലാർജ് വേണോ? ഞാൻ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ആ സാധനം? ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എന്നാ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. വില്ലേജർ, നിന്റെ സാധനമൊക്കെ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഗുഡ് ബൈ വില്ലേജർ, നിന്റെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇനി മതി. എന്നാണ് ഇവൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്. അങ്ങ് അറ്റത്തിന് സാധനമുണ്ട്. അയ്യോ, ഇത് വായിച്ച പോലും ഇല്ല. 2 ബ്ലോക്ക് വായിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ഗെയിം ഉണ്ടാക്കിയവർ യൂണിറ്റി അവര് കാണാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ആരാലോചിക്കോ ആരില്ല ഇതിനകത്തെടുത്ത് ചാടുന്നു? എന്നെപ്പോലത്തവര് മാത്രമല്ല. എനിക്ക് അതിനുള്ള
പണി പറയാനുള്ള അപ്പൂപ്പ. ഇനി വലിയ ക്രാഫ്റ്റ് ചെയ്യാം. ഇത്രയും നേരം കളിച്ചോണ്ടിരിക്കുക ചുമ്മാ. എന്നാൽ ഗെയിം ഒന്ന് മനസ്സിലാക്കാൻ ഈ ക്രാഫ്റ്റിംഗ് ആണ് അടുത്ത പരിപാടി. എന്റെ സാധനങ്ങൾ തരൂ, എന്റെ തടി തരൂ. ഈ വെച്ചില്ല സാധനം കിട്ടി വേണ്ടേ. എനിക്ക് വേണ്ട സാധനങ്ങൾ തരൂ. എനിക്കാരെങ്കിലും ഫുഡ് കാണാൻ തപ്പു. ഞാൻ ഈ സെക്കൻഡ് ചാകും. എന്നെ ആരെങ്കിലും രക്ഷിക്കുക. എനിക്ക് ഫുഡ് തരൂ. ഈ പുള്ളിയുടെ വീട് പൊട്ടിച്ചേക്കാണ്. കഷ്ടപ്പാട് പെട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാൻ വെക്കാതെ ഇരിക്കുമ്പോഴത്തേ പാവത്തിൻ്റെ വീടൊക്കെ ഇരുന്നോട്ടെ. ഞാൻ എന്തായാലും ഇന്നത്തെ അടുത്ത പരിപാടിയുള്ളൂ. മതിയോ ബ്ലോക്സ്? 4 ബ്ലോക്കായെന്ന് തോന്നുന്നു. സാധനം വേണ്ടേ? അതേ കിടക്കും. കറക്റ്റാണോന്ന് ആരും നോക്കാം. ഇനി എൻ്റെ ഫേണസ് വെക്കണം. കുറച്ച് കത്തിക്കും. ആകെയുള്ള പ്ലാൻ വുഡ് മാറ്റിയെടുക്കും. മാറ്റി പുതിയ വീട്ടിലോട്ട് കയറും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീടിനെ തന്നെ അടിപൊളി വീടാക്കി. നീ ഈ തടീനെ എടുക്കൂ. നീ എനിക്ക് ഉറങ്ങണം. ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ പോയി ഇറങ്ങാൻ എനിക്കിഷ്ടം. കേറാ സെക്കൻഡ് ഫ്ലോറിൽ ഒരു പെട്ടൊക്കെ ഇറങ്ങാം. സ്ഥലം ഉണ്ടായില്ല. സ്ഥലം പോലും ഇല്ല. ആർക്ക് വേണ്ടിയാണ് കേൾക്കുന്നേ? എനിക്കാരെങ്കിലും കൂട്ടായിട്ട് വരുന്നുണ്ട് ഇവിടെ. എന്തിനൊക്കെ ഞാൻ കുട്ടിയറിയാം. ചേട്ടാ അറിയണ്ട. ചേട്ടൻ്റെ വീട്
എവിടെയാടാ എവിടെയാടാ നീ എവിടെയാടാ പിന്നെ ഏതേലും ഒരു ദിവസം കാണാം. ബൈ ബൈ. നീ പോയിക്കോ മിസ്റ്റർ എട്ടുകാലി മാവാ. ഇത് കണ്ടോ കയ്യിലുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ തുപ്പി അടയ്ക്കുകയും ചെയ്യുന്നത്. അമേസിങ് കാര്യം. ഇനി എന്ത് ചെയ്യും? ജസ്റ്റ് ഉണ്ടോ അങ്ങനെ കുറച്ചു നേരമായിട്ട് കുത്തിപ്പിടിച്ചിരുന്ന് എന്തോ ഒരു സമയമായി. എനിക്കറിയത്തില്ല. ഞാൻ പുറത്തു പോവാം. എൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ. എനിക്ക് ഇത് വേണ്ട, പൊട്ടറ്റോ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേണം. പേപ്പർ വേണ്ട. ചേട്ടൻ്റെ സാധനങ്ങൾ ചേട്ടൻ്റെ കൂടെ ഇരുന്നോട്ടെ. കൂടെ ചേട്ടന് വേണ്ടി ഒരു സാധനം സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട്. റോട്ടൻ ഫ്ലഷ്. ചേട്ടൻ പിടിച്ചോ. ചേട്ടന് നല്ല ഇഷ്ടപ്പെടും. നല്ല ഇഷ്ട സാധനത്തിന്. വീട് മാറണം. വീട് മാറാം. എൻ്റെ കസേര എന്തിനാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്? എൻ്റെ കസേരനെ ഞാൻ എടുത്തിട്ടേ പോകുന്നുള്ളൂ. കസേര വാടാ. കസേര ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ചേട്ടൻ്റെ മണ്ടേലത്തെ ഫ്ലോറിൻ്റെ പകുതി സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഇത് ഞാൻ ഇടും. ചേട്ടൻ്റെ സാധനങ്ങൾ മാത്രം ചേട്ടൻ്റെ വീട്ടിലിട്ടാൽ മതി. കൂടെ ചേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാനും എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേട്ടൻ്റെ ആയിരുന്നില്ല. ഇനി വല്ലതും ക്രാഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. അത് ഞാൻ മറന്നുപോയി. എന്തുണ്ടാക്കും? ഇച്ചിരി കൂടെ സാധനം വേണ്ട. ഒരു പിക്കാക്സ് വെച്ചും സാധനമില്ല. കറക്റ്റ് പിക്കാക്സ് തന്നെ എടുത്തത് നല്ല കാര്യം. കുറച്ച് സ്റ്റോൺ ഉണ്ടാക്കാം. സ്റ്റോൺ ഉണ്ടാക്കുമല്ല, എടുക്കാം. ആക്സും ഉണ്ടാക്കാം. ഞാൻ തടിയും സ്റ്റോണും വെച്ചാണ് എൻ്റെ വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് രാത്രിയാണോ ഏതാണ് സമയം ശരിക്കും? ആർക്കറിയാം. മച്ചാനെ സുഖമല്ലേ? എന്നായിരുന്നു ഇവിടെ പരിപാടി? ചത്തനാണോ? ചത്തോ? ഈ ചത്തടാ. സ്പിയർ ആയിരിക്കണം. അത് നിനക്കറിയാവോ? സ്പിയർ ചെന്ത് മുന്നോട്ട് കാണിച്ചോണ്ടിരിക്കണേ. കെട്ടിപ്പിടിക്കാണോ? കെട്ടിപ്പിടിക്കാം. പാ അയ്യോ കുത്തുന്നേ പല്ല. എന്നെ കുത്തുന്നു. പട പട ആണാണെങ്കിൽ പട. ആണാണെങ്കിൽ പട പട. അറിയത്തില്ല. എൻ്റെ പിയറിന് ചെല്ലുന്നേ ഉള്ളൂ. കത്തി വെച്ചതാ. പ്യുവർ കത്തി സ്കില്ലറാണ് ഞാൻ എന്നൊക്കെ ഞാൻ പറയും. ഇവനിപ്പോ എന്നെ കൊല്ലാൻ വരുക. എന്നെ ചത്തടാ നീ. അയ്യോ അത് ഒന്നാമത് രാത്രി അതിന് വെച്ച് കേറ്. അവൻ കൊല്ലും. അവൻ സൈക്കോപാത്താ. എല്ലെക്കാലും സൈക്കോ ലെവലവൻ. അയ്യാ ചത്ത്. ഇനി അങ്ങോട്ട് പോയാണോ ഞാൻ സ്പൂണാവുന്നേ? വിദേശിൻ്റെ തൊട്ട് സൈഡ്. എന്തോ ഭാഗ്യം. ഞാൻ ബെഡ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കിയതാ. ബെഡ് എടുക്കാൻ പറ്റിയില്ല. എവിടെയാണോ ഞാൻ ഇനി ചത്തത് അതെനിക്ക് കണ്ടുപിടിക്കണം. എവിടെയായിരുന്നു ഞാൻ ചത്തൊന്നും പോലും എനിക്കറിയില്ല. ചേട്ടാ, ചേട്ടനറിയാവോ ഞാൻ എവിടെയാ ചത്തേന്ന്? ചേട്ടാ അവിടെ നിൽക്കും. ചേട്ടാ എന്തിന് ഇത്രയും സ്പീഡിൽ പറക്കുന്നത്? ചേട്ടാ 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 ചേട്ടൻ വാതിലടിച്ചിട്ട് തന്നെ.
കിടന്ന് ഉറങ്ങ്. അല്ല വാതിലടിച്ചിട്ട് പോയി. ഇതാണോ? അതെ, നല്ല കാര്യം. അമ്മച്ചി, ഞാൻ ചാടിയ ഡ്രോണിന്റെ അടുത്തോട്ട് തന്നെ ഞാൻ ചാടി. അയ്യോ, എന്ത് പൊട്ടനാണോ ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണമെങ്കിൽ ഇതിന്റെ പേര് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്നാ. നീ വീണ്ടും കണ്ടുപിടിക്കണം. ചേട്ടാ, ചേട്ടൻ നേരത്തെ വഴി കാട്ടി തന്ന ചേട്ടാ. വഴി കാട്ടേണ്ട കാര്യമില്ല ഇപ്രാവശ്യം. വെള്ളത്തിൽ ചാടിക്കാ. ചത്തി 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 ചത്തി. ഇപ്പൊ ചാകും. പന്നകളുണ്ട് ഇവിടെ. സൈക്കോ, നിനക്ക് കടുമ്പയാലോടാ. ഇന്ന് ഈ രാത്രി ഞാൻ സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ഉറങ്ങിയിട്ടാട്ടെ. എത്രാമത്തെ പ്രാവശ്യം ചാകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ ഒന്ന് നോക്കട്ടെ എത്ര ഡെത്ത് മെസ്സേജുകളുണ്ടെന്ന്. 3-ാമത്തെ പ്രാവശ്യം. 3 പ്രാവശ്യം ചേട്ടാ ഒന്ന് നേരത്തെ ഒന്ന് എന്നെക്കാവോ? നല്ല കൂടി വൈക ഞാൻ ഇറങ്ങി. ഇതെന്റെ വീട് ഇനി മാറി. ഞാൻ പറയും ചേട്ടാ സോറി, ചേട്ടൻ്റെ വീടാണ് ഞാൻ എടുത്തതേ. ചേട്ടൻ തന്നെ വീണ്ടും വീടെടുത്തോ. ഇനി എനിക്ക് ഈ വീടിന്റെ ആവശ്യമില്ല. എൻ്റെ ശരിക്കുള്ള വീട്ടിലോട്ട് ഞാൻ പോവാ. ആ വീടിന്റെ ചുറ്റും ഡ്രൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ വീട് റെന്റിനെടുത്തേ. എല്ലാ ദിവസവും റെന്റിന് വീടുകൾ എടുത്തോണ്ടേയിരിക്കും. അതാണ് എൻ്റെ പരിപാടി. ചേട്ടൻ അറിഞ്ഞത് നല്ലതല്ല. ചേട്ടൻ സൈക്കോടെ വേറെ ഒരു ലെവലാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചേട്ടൻ അതുകൊണ്ട് അറിയണ്ട. ചേട്ടൻ പഞ്ഞ ചേട്ടനാ. എന്റെ കത്തിയും കാര്യങ്ങളും എവിടെ? എന്റെ സാമാനങ്ങൾ എവിടെ? എന്റെ പകുതി സാമാനങ്ങളും കാണുന്നില്ല. അതേ കിടക്കും. ഇതാണോ? അല്ലേ, ഇത് സ്റ്റോൺ അല്ലേ? അല്ല, ഫേണസാ. എന്റെ കത്തി ഇങ്ങോട്ട് പോയി. എന്റെ കത്തി എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരൂ പശുമാമ. പശു തന്നെയാണോ? അല്ലാത്ത പശുമാമ, ഹലോ, സുഖല്ലേ? ഹായ്, എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ടൂടുടു. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാടാ, ഇങ്ങോട്ട് നോക്കടാ. അന്നെ അവിടെ നിക്കടാ, ഇവിടെ നിക്കടാ. നോക്കണേ, നിക്കടാ അവിടെ. എന്ന് നീ തീർന്നാടാ. സ്പിയറാടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എവിടെയാ? അവിടെ നിക്കടാ. തീര എവിടെയാണോ ഞാൻ തപ്പുന്ന സാധനം? എന്റെ കത്തി. അതെ, നീ തടിക്കത്തി വെച്ച് എന്ത് കാണിക്കാനാണ്? എന്റെ കയ്യിൽ സ്പൂണുണ്ട്. സ്പിയർ മാത്രം കിട്ടി. നല്ല കാര്യം. ഒരു കാര്യം വരെ, നീ സ്റ്റോൺ സ്പിയർ നമ്മൾ ലെവലപ്പ് ചെയ്യാൻ പോവാ. അയ്യോ, ഈ പേപ്പർമാരെ ഇവിടെ നാളെ വരുന്നേ. തമ്പുരാനെ, പന്ന എന്നെ കൊണ്ടുവേ. സൈക്കോ ആണേ. നീ ചത്രയായിരുന്നു പരിപാടി. ഇച്ചിരി ബേക്കൻ തിന്നട്ടെ. അല്ല, പോർച്ചോമല്ലോ ഇതിനെ വിളിക്കുന്നേ. ബേക്കൻ നല്ലേ വിളിക്കുന്നേ. എനിക്കല്ല. ബാഡല്ലേ, നീ ചത്തടാ. എൻ്റെ സ്പിയറാടായിരിക്കണേ. ലോങ് റേഞ്ച് അറ്റാക്ക് വെപ്പൺ. നല്ല ലോങ് റേഞ്ചാ, നല്ല നീളമുണ്ട്. കണ്ടേ, ഞാൻ PVP ചെയ്യാറാണേ. എടുത്തോമാര്. ആ, സുഖല്ലേ മാമ? സുഖമാണോ മാമ? വാടേ, ഊരിയാടേ നീ. അയ്യാ, പെട്ടെന്ന് ചാകടാ. എൻ്റെ സ്പിയറിന് ലോവർ ഡ്യൂറബിലിറ്റിയാ. നിങ്ങൾ നോക്കിക്കേ, ചുമന്ന ലെവലിൽ എത്തി. ഇപ്പൊ പൊട്ടും. പൊട്ടൂല്ലെന്നാ. ഇങ്ങനെ എന്നേരം ചാവുമോ നീ? എന്നാ പിക്കാസ്. ആ, ഇപ്പൊ പൊട്ടിയാ. പക്ഷേ ഭാഗത്ത് എങ്ങനെയോ പോയി. XP ഒക്കെ എങ്ങോട്ടാട്ടി പോകുന്നത്? എൻ്റെ അടുത്തോട്ട് വരുന്ന നല്ല കാര്യം വന്നു.
ഇനി ഞാനൊന്ന് മൈൻഡ് ചെയ്യട്ടെ, കുറച്ച് നല്ല സാധനങ്ങൾ കണ്ടുപിടിക്കാം. എന്നിട്ട് ഞാൻ സ്റ്റോണും വുഡും വെച്ചുള്ള വലിയൊരു വീടുണ്ടാക്കാൻ പോകും. അതാ എൻ്റെ ഫസ്റ്റ് പ്ലാൻ. ഇനി ഞാൻ മൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ മൈനറാ, കേവുകൾ മൈൻ ചെയ്യുന്ന ആളാണ്. ഇത് കേവല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ കേവാ. അതൊരു കാര്യം, തന്നെ ഡിഗ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയ പീക്കിരി കേവ്. അത് ഞാൻ വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ എൻ്റെ വലിയ കേവ്. വലുതെന്ന് പറയാൻ പറ്റൂല. ഒരു കാര്യമുണ്ട്, ഇത്രയും പെട്ടെന്ന് ഞാൻ ഇത്രയും പൊട്ടിച്ചെന്ന് ഞാൻ പോലും ബിലീവ് ചെയ്യില്ല. അതുപോലത്തെ പവറുണ്ട് ഈ പിക്കാക്സിന്. പിന്നെ അല്ല, സ്റ്റോൺ പിക്കാക്സ് അല്ലേ. സ്റ്റോൺ എൻ്റെ ഫേവറേറ്റ് ആണെന്നൊക്കെ ഞാൻ പറയും. ശരിക്കും എനിക്ക് നെതറൈറ്റാ. അത് മാത്രമല്ല, ഇവിടെ നെതറൈറ്റ് കൊണ്ട് ഈ ഗെയിമേ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് എൻ്റെ അകത്ത് നെതറൈറ്റ് ലെതർ പോലെ ഇരിക്കണേ. ആകെയുള്ള കുഴപ്പം അതാ. എനിക്ക് കോളിനെയും വേണം. ഇനി ഞാൻ കോളിനെയും പറിച്ചെടുക്കും. എത്ര ഗ്രൗണ്ട് ഇനി പോവും അവർക്കറിയാം. ഞാൻ അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന എത്രയും പോവും. എത്ര കോളാണ് എനിക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്? ഇത് കോളാണോ? അല്ല, ഇതെന്ത്? ഞാൻ മൈൻഡ് ചെയ്ത് നോക്കട്ടെ. ഡയറൈറ്റാ? ആർക്കാടെ ഡയറൈറ്റിനൊക്കെ ഈ നേരത്തൊക്കെ വേണ്ടേ? ഡയറൈറ്റിനെ ആർക്കും വേണ്ട. നിന്നൊക്കെ ആർക്ക് വേണോടെ? ഇറങ്ങി പോടാ. ഗുഡ് ബൈ, സീ യു സൂൺ. അവിടെ തന്നെ നടന്നോ. ഇനി എനിക്ക് ഒരു സ്റ്റാക്ക് അത്യാവശ്യം ഈ സ്റ്റാക്ക് ആക്കിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ കുറ്റം പറയാം. കുറ്റം പറഞ്ഞിട്ടുള്ള ചരിത്രമില്ല, ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. ഞാൻ ഇതിനൊരു ചാൻസ് വെക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റാക്ക് ആക്കും. സ്റ്റാക്ക് ആക്കിയിട്ടേ അടുത്ത പരിപാടിയുള്ളൂ. അതേ അടുത്ത കോൾ മല കഴിയും പൊട്ടിച്ചേ. ഒരു ബ്ലോക്കും കൂടെ വേണം എനിക്ക്. ഞാൻ ഇവിടെ നിന്ന് എടുക്കും. ലൈറ്റ് ഇല്ലല്ലോ അവിടെ, ഒട്ടും ലൈറ്റ് ഇല്ല. ഡാർക്ക്നെസ് കടന്ന് മൈൻഡ് ചെയ്യുക. ഒട്ടും ലൈറ്റ് ഇല്ലെന്ന് വെച്ചാൽ ഒട്ടും ലൈറ്റ് ഇല്ല. എന്തോ പീക്കിൽ ലൈറ്റ് ഉണ്ട്. നിങ്ങൾ കാണാമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും പീക്കിൽ ലൈറ്റാ. അതോ ഇനി നിങ്ങൾക്കൊന്നും കാണത്തില്ല എന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ കോൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അത്ര എനിക്കറിയാം. എനിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു ടോർച്ച് ഉണ്ടാക്കിയാൽ മതിയാകും മുമ്പേ. നീ എവിടെയാടാ അടുത്തത്? എനിക്കൊരു കുന്തവും കാണാൻ പറ്റുന്നു. അതെ, എങ്ങനെയൊക്കെയോ കാണും. ഈ ഇച്ചിരി ഡാർക്ക് കൂടിയ കളർ ഇടയ്ക്കുള്ളത് കൊണ്ട് കാണും ഞാൻ. ഇനി എവിടെ പോയി? ഇനി എവിടെ? അതെ, ഇതൊക്കെ ഒട്ടും മുമ്പിൽ. അടുത്തത് ഞാൻ നിന്നത് എത്ര ബ്ലോക്കാടാ ഇത്? ഇനി എന്ത്? ഇപ്പൊ കോൾ മൈൻ ആയാലോടെ എത്ര താഴ്ചയിലായിരിക്കും ഇത് പോകുന്ന? ഇത്രയും താഴ്ച എത്തി. സോറി, തുമ്മൽ വന്നു. അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്ലോക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിനെന്നെ വെറുതെ വിട്ടോ? ഒറ്റൊരു ബ്ലോക്കിന്റെ വ്യത്യാസത്തിൽ എന്നെ വെറുതെ വിടാൻ വല്ല കുഴപ്പമുണ്ടോ? വീരടാ, ഇനി ഇവനെ എടുക്കണം. അതിനു മുമ്പ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യട്ടെ. എനിക്ക് സോഡ് വേണമെന്നില്ല, എനിക്ക് ഇച്ചിരി സ്റ്റിക്ക് വേണം. ഞാൻ സ്റ്റിക്കി ആവാൻ പോവാ. ഇനിയാണ് എൻ്റെ സാധനങ്ങൾ. ആക്സ്, പിന്നെ സ്പിയർ എടുക്കണം. സ്പിയർ എടുക്കാം. ഈ സ്പിയറിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. സാധനം ഉണ്ടാക്കാവോ?
സാഡൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ സാഡൽ സാധാരണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. എന്തായാലും ഇതിന്റെ അകത്ത് സാഡൽ ഉണ്ടാക്കാൻ പറ്റും, അത്ര എനിക്കറിയാം. ഈ പിക്കാക്സിന്റെ ഡ്യൂറബിലിറ്റി തീരാറായല്ലോ, കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി ഉള്ളൂ പൊട്ടിപ്പോകുന്നതിന് മുമ്പ്. അങ്ങനെ നമ്മൾ ഇത്ര തന്നെ യൂസ് ചെയ്യലാണോ? ഇനി ആരാണോ ഏതോനും പറടാ. ഇപ്പൊ കണ്ട എന്റെ കൈ സ്റ്റോൺ ചെയ്യാ. ഇത് കാണിക്കുന്നില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് വരൂ, എനിക്ക് കാണിക്കണം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും വാ. വെള്ളത്തിന്റെ അകത്ത് ഡ്രം വല്ലതും ഉണ്ടോ? വെള്ളത്തിന്റെ അകത്ത് ഇതൊന്ന് സ്നോ ചെയ്യുന്ന അവിടെയാ സ്നോ ചെയ്യുന്നേ. ആരുടെ അടുത്ത് കാണിക്കും? ഹൈ അല്ല, നീ പോയിക്കോ, നീ പാവോ. ഇവനെ 1 2 3 കൊന്ന്. എന്താ പവറ്? ഹൈ സുഖല്ലേ എന്നൊക്കെ ഞാൻ പറയും. പോയിക്കാ. അല്ല, ഇപ്പഴാണ് ഞാൻ ആലോചിക്കണേ, ഇതിന്റെ അകത്ത് ഒരു വീടുണ്ടാക്കിയാലോ? പൊളി. എനിക്ക് ഫുള്ള് പുറത്ത് ഒരു ബിൽഡ് തന്നെയുണ്ട്, അകത്ത് പരിപാടികൾ ചെയ്താൽ മതി. പക്ഷെ വേണ്ട. അല്ല, ഞാനിപ്പോ എങ്ങനെ കയറി പോയ അങ്ങോട്ട്? ഈ വരി ഇതെന്റെ സ്പെഷ്യൽ വരിയ, ഞാൻ തിന്നട്ടെ അത്. നല്ല ദേഷ്യം. ഈ വീട്ടിലൊന്ന് ഞാൻ പുതിയ സ്ഥലത്തോട്ട് പോവാ. വീടേ ബൈ ബൈ. ഞാൻ പുതിയ വീടുണ്ടാക്കാൻ പോവാ. എവിടെ ഉണ്ടാക്കുന്നൊന്നും എനിക്ക് പ്ലാൻ ഇല്ല. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ വീടുണ്ടാക്കും. നീ അറിയണമെന്നില്ലടാ വീടെ. എൻ്റെ വീട്, എൻ്റെ ജീവിതം മൈൻക്രാഫ്റ്റ്. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. ചാടാ ചാടാ എന്നാടേ അവൻ സ്റ്റെയർ ചെയ്ത്. അയ്യോ അതെ. ഇവിടെ നിൽക്കുന്നത് വലിയ നല്ലതാണെന്ന് തോന്നുന്നില്ല. ഞാൻ ഉറങ്ങുവാ. ഇതിനു വേണ്ടി തന്നെയാ ഞാൻ ബെഡ് കറക്റ്റ് ഹോട്ട് ബാറി വെച്ചത്, കിട്ടുന്ന രീതിയിൽ. അല്ലെങ്കിൽ അവന്മാർ കൊല്ലും ആ സൈക്കോ. എനിക്കറിയാത്തൊരു കാര്യമില്ല മൈൻക്രാഫ്റ്റ്. ഞാൻ പ്രോ പ്ലെയർ ആണ്. കണ്ടാ വലിയതായിട്ട് തോന്നുന്നില്ല, പക്ഷെ ആണ്. അയ്യോ തീരണാ നീ ആരുടെ അടുത്ത കളിക്കുന്നതെന്ന് അറിയാവോ? സ്പിയറിന്റെ അടുത്ത്. അയ്യോ, എന്റെ അടുത്തല്ല, എന്റെ അടുത്ത്. ഓടടാ പൊട്ടേറ്റോ, എന്നെ രക്ഷിക്കൂ. നീ ചത്തടാ. സുഖമാണ് കാണാനെ. സ്പീഡ് ഓണാക്ക്. അയ്യോ, ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കോ. എയിംബോട്ടുണ്ട്, അതല്ല കാര്യല്ലേ. എയിംബോട്ട് വെച്ചിട്ടുണ്ടല്ലോ മോജയിൽ. ഈ എല്ലാ അവന്മാർക്കും കൊടുന്നാടി. നല്ല കാര്യം. അറ്റാക്ക്. അവൻ ചത്ത്. കണ്ട, നല്ല ഫൈറ്റ് കാണാം. നമുക്ക് കുറച്ചു നേരം ഫൈറ്റ് കാണാം. ഇവരുടെ ഫൈറ്റ്. ഈ ഫൈറ്റ് ഞാൻ കണ്ടിട്ടേ അടുത്ത പരിപാടിയുള്ളൂ. ഞാൻ അടങ്ങുള്ളൂ. അല്ല, ഇവനെ കൊല്ലാൻ നോക്കട്ടെ. ഈ സൈഡ് ചത്തോ. ദൈവമേ പട്ടി കൊല്ലണ. കൊല്ല് എന്റെ പ്രിയപ്പെട്ട പട്ടി. കൊല്ല് എന്റെ പ്രിയപ്പെട്ട പട്ടി. നല്ല കുട്ടി. നല്ല കുട്ടി. നിന്നെ ആയതുകൊണ്ട് ഞാൻ ടീം ചെയ്യാൻ പോവാ. എനിക്ക് പട്ടി കിട്ടി. അങ്ങനെ അയ്യോ പട്ടി വാ. ചുക്കാച്ചീനെ ഞാൻ പേരിട്ടു. വാടാ ചുക്കാച്ചി വാ. ചുക്കാച്ചി ഹായ്. നമുക്ക് ഒരു അഡ്വഞ്ചറിൽ പോവാം. എൻ്റെ വീട്ടിലോട്ട് പോവാം. ഇടമോ ഇല്ല, ഞാനിപ്പോ വീടില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ വീടുണ്ടാക്കും. വീട് കണ്ടാ നീ ഞെട്ടിപ്പോ. ചുക്കാച്ചി അങ്ങോട്ട് പോയി. ചുക്കാച്ചി കുമ്പാടാ ചുക്കാച്ചി ഒച്ച ഉണ്ടാക്കുന്നേ. നിനക്കറിയാവോ? ഞാൻ നിന്നെ കാണുന്നില്ല. ചുക്കാച്ചി വാ. ഹലോ, സുഖല്ലേ മിസ്റ്റർ മാമ? ഇനി നമുക്ക്
ഹൈ കൊല്ലടാ ചുക്കാച്ചി കൊല്ല് അവനെ കൊല്ലും ചുക്കാച്ചി. എത്ര പൊട്ടനാണെന്ന് എനിക്കറിയത്തില്ല. വാടാ ചുക്കാച്ചി വാ ചുക്കാച്ചി, നമുക്ക് വയ്യ നടന്നൊരു അഡ്വഞ്ചറിന് പോവാം. ചത്തി ഇപ്പൊ ചാവും. പൊട്ടേറ്റോ എന്താണ് ഇത് പൊട്ടേറ്റോ എനിക്ക് അത്രയും ഫുഡ് തരാതെ. ചുക്കാച്ചി ആ അവനപ്പം കൂടി ടെലപ്പോർട്ട് അടിച്ചോണ്ടിരിക്കും. അവന് ടെലപ്പോർട്ടിങ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറച്ച് നേരം സ്വിം ചെയ്യാം. സ്വിം ചെയ്ത് അപ്പുറത്ത് എനിക്ക് ചെല്ലണം. അവിടെ എന്ത് ഒറ്റക്കൊരു വീട്. ചുക്കാച്ചി കൊല്ല് അറ്റാക്ക് അറ്റാക്ക് ചുക്കാച്ചി. ചുക്കാച്ചി ഒന്ന് കൊല്ലാവോ ചുക്കാച്ചി? ആ കൊല്ല് കൊല്ല് ചെന്ന് കൊല്ല്. ആ ചുക്കാച്ചി കൊണ്ട് പറ്റാത്തൊരു കാര്യമില്ല. ചുക്കാച്ചി അയ്യോ വെള്ളത്തിൽ വീണ ചുക്കാച്ചി വാ 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 എൻ്റെ ചുക്കാച്ചി വാ. ചുക്കാച്ചി വാ. നിനക്ക് വേണ്ടി വേണമെന്നാണോ പറയുന്നത്? നീ കണ്ടു എന്നാ നല്ല കുട്ടി ബൈ. ഇനി നമുക്ക് എങ്ങോട്ട് പോവും? ഇവിടെ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഈ വീട്ടിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഓ ഡയമണ്ടാ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഡയമണ്ട്. ഞാൻ ജീവിതത്തിൽ ലക്ക് കണ്ടിട്ടില്ല. എനിക്ക് ലക്കിൻ്റെ ഏറ്റവും ടോപ്പ് ടിയർ കിട്ടി. എന്ത് ഭാഗ്യം. ഇതെല്ലാം എൻ്റെ ഇൻവെന്ററിയിൽ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് പോലും ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യത്തെ സീരീസ് തന്നെ എത്ര ഡയമണ്ടാ? 3 ഡയമണ്ട്. ചുക്കാച്ചി നമ്മൾക്ക് പൈസക്കാരായി. ചുക്കാച്ചി ചുക്കാച്ചി എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ചുക്കാച്ചി എന്ന് പറഞ്ഞ പേര് ഞാൻ മാറ്റുക. എന്താക്കും? ഞാൻ നാളേക്കിട്ട ചുക്കാച്ചി. എന്നെ ചുക്കാച്ചി എന്നല്ല വിളിക്കാറാ. എനിക്കറിയത്തില്ല ഇവനെ എവിടുന്നാണ് ടെലപ്പോർട്ടായി വരണേ. ടെലപ്പോർട്ട് ആയി വരാൻ എന്നാണ് ടെലപ്പോർട്ടിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അമ്മച്ചി ചത്തി 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 ചത്തു. ചുക്കാച്ചി ചുക്കാച്ചി എന്റെ ചുക്കാച്ചി ഞാൻ ചത്തുപോയി. ചുക്കാച്ചി ചുക്കാച്ചി എന്റെ ചുക്കാച്ചി ചുക്കാച്ചി എന്റെ ചുക്കാച്ചി പോയെന്നാ തോന്നേ. ചുക്കാച്ചി എനക്ക് പുതിയ പേര് ഞാൻ ആലോചിച്ച് കഴിഞ്ഞില്ല. ചുക്കാച്ചി 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 വന്ന് യാ എവിടെയാണ് ഞാൻ ചത്തെന്ന് എനിക്ക് അറിയത്തില്ല. ആ അവിടെ വാ ചുക്കാച്ചി ചാടിക്കോ. കേൾക്കോ ചുക്കാച്ചി നീ ടെലപ്പോർട്ടായിക്കോ. ആ അതെനിക്കറിയാം നീ ടെലപ്പോർട്ടാവും. നീ ടെലപ്പോർട്ടിങ്ങിന്റെ രാജാവല്ലേ. എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല. എനിക്ക് അത്യാവശ്യം പാർക്കൂർ സ്കില്ലുണ്ടെന്ന് പറയാൻ പോയതാ. കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ വീണ്. ടൈമിങ് ഇത്രയും വലിയ ടൈമിങ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സാധനങ്ങൾ പകുതി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. എൻ്റെ ഡയമണ്ടുകളെ പോവരുത്. ഡയമണ്ടുകളെ നിങ്ങളെ എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. നിങ്ങളെ എനിക്ക് വിടാൻ പറ്റൂല. എന്നാലും ഇത്രയും ലക്കുള്ള പിന്നെ ഞാനത് റിഗ് അടിച്ച് അവിടെ വെച്ചതല്ല. എൻ്റെ അമ്മയാണെങ്കിൽ സത്യം ഞാൻ അവിടെ വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പോയി വെച്ചതല്ല. ഇത് പുതിയ വേണ്ടാണ്. ഇത് തന്നെ വന്നതാ. എൻ്റെ അമ്മയാണെങ്കിൽ സത്യം. ബാ ചുക്കാച്ചി ബാ. അയ്യോ തോട്ട് വേണം. അയ്യോ ഒന്നും കൂടെ വേണം. ചുക്കാച്ചി ഇപ്പൊ ഫുൾ ഫ്ലോപ്പ് ആണല്ലോടാ. ചുക്കാച്ചി ചുക്കാച്ചി കൊല്ല് പന്നീനെ. പ്രായമുള്ള അപ്പൂപ്പൻ പന്നീനെ കൊല്ല്. ചുക്കാച്ചി നിന്നെക്കൊണ്ട് പറ്റും. ചുക്കാച്ചി കൊല്ല്. ചുക്കാച്ചി 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 ഇത്രേ ഉള്ളു. ചുക്കാച്ചി ചുക്കാച്ചി അല്ലാതെ പിന്നെ ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും? ചുക്കാച്ചീനെ കൊണ്ടേ പറ്റുള്ളൂ.
എൻ്റെ കൈ വേറൊന്നും ഇല്ലല്ലോ കുക്ക് ചെയ്യാൻ. വെറുതെ അല്ല, ഇനി ഞാൻ എങ്ങനെ എടുക്കും? എൻ്റെ കൈ പിക്കാക്സൊന്നും ഇല്ലല്ലോ. പണി പാളിയാ ചുക്കാച്ചി? പണി പാളിയെന്ന് എനിക്കൊരു സംശയമുണ്ട് കൊച്ചാ. ചുക്കാച്ചി വാ ചുക്കാച്ചി, വെള്ളത്തിൽ കളിക്കാതെ. വെള്ളത്തിൽ കളി മതിയായി. ഇനി നമുക്ക് ഇച്ചിരി ഫോക്കസ്ഡ് ആവണം, അല്ലെങ്കിൽ നമ്മൾ നിലത്തോട്ട് വീഴും. ഇത്രയാണ് ഞാൻ ചെയ്ത പോലെ തരക്ക് പോകും. ഇതെന്ത് ഇതെന്ത് സാധനം? ഹലോ, ഞാൻ ചത്ത സ്ഥലം അവിടെ. അതെ, സ്വീറ്റ് ബെറി ബുഷ് വെച്ച് ഇവിടെയാണോ? ഇതാണോ? ഇതാണോ? അതെ, സ്വീറ്റ് ബെറി പൊട്ടടാ. ഇനി ഞാൻ പൊട്ടിച്ച് പയ്യെ പോയി ഇറങ്ങി പോവാം അകത്തോട്ട്. കേൾക്കും അയ്യാത്ത അധികത്തില്ല. എല്ലാം എൻ്റെ ഇൻവെന്ററി കയറും. അമ്മ സൂക്ഷിച്ച് നടക്കണമല്ലോടെ. സൂക്ഷിച്ച് നടക്കാൻ എനിക്ക് പറ്റൂല. എൻ്റെ ഇഷ്ടത്തിൽ പോകും. ചുക്കാച്ചി നീ എവിടെയാണ് കയറുന്നത്? നല്ല വേന എടുക്കും ചുക്കാച്ചി. ഉള്ള വയ്യ, എനിക്ക് എത്ര വേന എടുക്കണമെന്ന് എനിക്ക് പോലും അറിയാത്തതാ. നല്ല വേന എടുക്കുന്നുണ്ട്. ഞാൻ തയ്യാറായി, അടുത്തെത്തി. പക്ഷെ എൻ്റെ സാധനങ്ങൾ എടുക്കണം. ഡയമണ്ട് കിട്ടി. എല്ലാ ഡയമണ്ട്. ഞാൻ ഹാപ്പി ചുക്കാച്ചി. നീ ബാ ചുക്കാച്ചി, നമുക്കിന്ന് വേറെ എന്തെങ്കിലും ചെയ്യാം. അടുത്തത് നമുക്ക് വീടുണ്ടാക്കാം. അല്ല, നിന്റെ പുതിയ പേര് ഞാൻ ഡിസൈഡ് ചെയ്തില്ലല്ലോ. സുഖല്ലേ അയൻകോളം മാമ? സുഖല്ലേ? പോയിക്ക. നീ ഒരിക്കലത് പൊട്ടലായിരുന്നു. എടാ അയൻകോളം മാമ, ഒന്നിങ്ങോട്ട് വരണേ. ഞാൻ കത്തിയൊക്കെ എടുത്തു വെക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ചാകും. കൂടെ അയൺ ലെഗിങ്സ് കിട്ടി അതിൻ്റെ അകത്ത് പോകുന്നത്. ഞാൻ എൻ്റെ സ്പിയർ എടുക്കട്ടെ. സ്പിയറെ വാടാ. എനിക്കിവിടെ ഹോട്ട് ബാർ കയറ്റി വെക്കണം. നീയേ ഇങ്ങോട്ടൊന്ന് വരാവോ ചേട്ടാ? പറഞ്ഞേ. അയ്യോ ചുക്കാച്ചി, ഞാൻ ചത്തു ചുക്കാച്ചി. ചുക്കാച്ചി വന്നു. നല്ല ചുക്കാച്ചി ടെലപ്പോർട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല ചുക്കാച്ചിക്ക്. ചുക്കാച്ചി ഫ്ലാഷ് അല്ലേ, പിന്നെ എങ്ങനെയാ? അമ്മച്ചേ, എന്റെ പുറകെ വരണേ. നിന്റെ അകത്ത് ആൻകോളം എന്ത് സാധനാടാ? ചുക്കാച്ചി അടുത്ത് നീ എവിടെ പോയാണോ? ഞാൻ ചത്തു പോയില്ല. നീ എവിടെ പോയെന്ന്? വാ ചുക്കാച്ചി, ഓട് ചുക്കാച്ചി, ഓടടാ. ഒന്നും നോക്കണ്ട ചുക്കാച്ചി, ഓട്. ആ സൈക്കോപാത്താ നമ്മുടെ പുറകെ. വാ ചുക്കാച്ചി, ഇങ്ങോട്ടാ. എനിക്ക് ഓർമ്മയുണ്ട് വരി. ഈ ടെലപ്പോർട്ടൊക്കെ ചുക്കാച്ചി, ടെലപ്പോർട്ടാവും. എനിക്കറിയാം നീ ടെലപ്പോർട്ടൊക്കെ ആവുമെന്ന്. എന്താണേ ഇത് പണി പാളിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇച്ചിരി അയൺ കിട്ടാൻ കഴിച്ചു. ഇതിൻ്റെ അകത്ത് അയൺ കോഡ് ഒടുക്കത്തെ സ്പീഡും പവറും. നിങ്ങൾ ഇത് കളിക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഇല്ലാത്ത അയൺ കോളത്തിനെ കൊല്ലാൻ പോകരുത്. നിങ്ങൾ. നിങ്ങളുടെ പട്ടി ചുക്കാച്ചിയാണെങ്കിൽ ചുക്കാച്ചി, എൻ്റെ ചുക്കാച്ചി, അവനാണെങ്കിലും പോവാൻ സാധ്യതയുണ്ട്. കൊല്ലാൻ പോവാണെങ്കിൽ അയൺകോളത്തിനെ ഉറപ്പ് ചത്തുപോകും. അത് ഗ്യാരൻറ്റീഡ് കാര്യമാണ്. നീ അവനങ്ങോട്ട് എൻ്റെ ലൂട്ട് അവിടെ. അതെ, ഒരു ബ്ലോക്ക് വെച്ചതാണ്. അടുത്ത സെക്കൻഡ് ആവും കൊന്ന്. എനിക്ക് അത്രയുള്ള സമയമേ ഉള്ളൂ. എൻ്റെ ഡയമണ്ട് അവിടെ. ഡയമണ്ടേ എൻ്റെ ഇൻവെന്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതേ ഡയമണ്ട്. ഡയമണ്ട് വലിയ കാണാൻ കൊള്ളത്തൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു ഭാഗ്യം. ഇതിനോട് ഈ വീടിന് പറ്റിയേ ആർക്കറിയാം. എന്തായാലും ആയിക്കോട്ടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വാ ചുക്കാച്ചി, എൻ്റെ സാധനമൊക്കെ കിട്ടി. ഞാൻ ലെഗിങ്സ് ഇടട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? രാത്രിയായി ഉറങ്ങാം. വേറൊന്നും ചെയ്യാം. ചത്തു പോവാനെങ്കിൽ എനിക്ക് ഇനിയും ചാകാൻ വയ്യ. ഇത്ര പ്രാവശ്യമാണ് ഞാൻ ചത്തത്. 4-5 പ്രാവശ്യം ഞാൻ ചത്ത്. എനിക്ക് ഇനിയും ചാകാൻ വയ്യ. ഞാൻ നോക്കട്ടെ. 1, 2, 3, 4, 5 പ്രാവശ്യം കറക്റ്റ്.
പറഞ്ഞേ ഹായ് സുഖല്ലേ? പുതിയ സ്പീക്കർ പവർ വേണ്ട. ആ ചുക്കാച്ചി നീ ചെയ്യണ്ടായിരുന്നു. നല്ല കാര്യം ചുക്കാച്ചി അത്തേക്ക് ചെയ്യാൻ പോവാനെ. നീ ചക്കടായി ചുക്കാച്ചി. നീ അന്നേരം നീ ഇരിക്കുവോ? ആ നല്ല ചുക്കാച്ചി. ഏ ചുക്കാച്ചി എന്നോട് സ്നേഹമുള്ള ചുക്കാച്ചി. അത് മാത്രമല്ല നീയല്ലേ ആ സ്കെലിത്തിന്റെ അടുത്തുനിന്ന് രക്ഷിച്ചല്ലോ ചുക്കാച്ചി. അതുകൊണ്ടാണ് നിന്നെ എൻ്റെ ഫേവറേറ്റ് പട്ടിയാക്കിയത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പട്ടിയാണ് ചുക്കാച്ചി. വാ ചുക്കാച്ചി. ആ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് എവിടെയും പോയി എന്തേലും കാണിക്കണം. ആ പുതിയ പട്ടി. ചുക്കാച്ചി നിനക്ക് ഒരു കൂട്ടുകാരനെ കൊണ്ടുവരണോടാ. ദേ ഒരുത്തൻ നിനക്ക് കൂട്ടുകാരനാക്കാം. നിന്റെ കൂട്ടുകാരനാ ഇനി മോല്. ദേ കൂട്ടുകാരനെ കിട്ടി. കണ്ട നിങ്ങൾ രണ്ടുപേരും സെയിം അല്ലേ? സെയിം അല്ല, കറുപ്പൻ നീ വെളുപ്പ്. ആ രണ്ടുപേരെന്തായാലും ഇനി മോലെ എൻ്റെ കൂട്ടുകാര്. ചുക്കാച്ചി നിനക്ക് അങ്ങനെ കൂട്ടുകാരായില്ലേ? ഇനി നിങ്ങൾ രണ്ടുപേര് കളിച്ചോ. പറ്റി ഞാൻ എന്തൊരു വിലേജിന്റെ അടുത്തൊന്ന് ദൂരേക്ക് പോകുന്നേ. വിലേജ് ഞാൻ വരുന്നത് ചുക്കാച്ചി. ആ നിന്നെ എന്ത് വിളിക്കും? ഞാൻ ഓടുന്നതിൻ്റെ അടുത്ത് ചാരിക്കാം. എന്തിടും? ഒരു പ്ലാൻ കിട്ടുന്നില്ല. നിങ്ങളെ എന്തിടുന്നു? ചങ്കാലി. ചങ്കാലി ഇഷ്ടപ്പെടുവാണോ നിനക്ക്? അവിടെ പൊട്ടാൻ നിക്കടാ. അവിടെ ബ്രേക്കില്ല നിനക്ക്. അവിടെ ചങ്കാലി മതിയോ നിനക്ക്? നിനക്ക് ചങ്കാലി ഇഷ്ടപ്പെട്ടോ? നമുക്ക് ചാത്തി പറയാം. യുവർ നെയിം ഇസ് ചങ്കാലി. എന്നാ അവർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും. ചങ്കാലി നിന്റെ പേര് ചങ്കാലിയാണ്. ഓക്കെ നിന്റെ പേര് ചങ്കാലി. ഓക്കെ ഒന്നും പറയുന്നില്ല. നിന്റെ പേര് നിനക്ക് അറിയാമല്ലോ. ബാ ഞാൻ പറയുന്നുണ്ട്. ബാ ആരാ അതിൽ വന്നിട്ടേക്കുന്നേ? ആ ഇതല്ലേ നമ്മളൊന്ന് ലൂട്ട് ചെയ്ത വീട്. എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ തുമ്മയും ചെയ്തു. വാ നമുക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം വീടിന്. എവിടെ വെക്കൂടാ നിങ്ങൾ പറ. എനിക്കൊരു നല്ല സ്ഥലം കാണുന്നില്ല. അയ്യോ അയൺകോളം. കുറച്ച് ഫുഡ് അതിന് മുമ്പ് എനിക്ക് കൊണ്ടിട്ട് തരാമോ? കുറച്ചവന്മാരെ നിങ്ങൾ പോ കണ്ടുപിടിക്കാവോ? അതിൻ്റെ കുറേ വരുള്ളൂ. നിങ്ങൾ പിന്നെ എന്ത് കാണിക്കാനാ? ഞാൻ പോയി തന്നെ തപ്പിക്കോളാം. കുറച്ച് റോട്ടഫ്ലെക്സ് കിടപ്പുണ്ടല്ലോ, തിന്നേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അമേസിങ് ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം ഞാൻ തിന്നിട്ടില്ല. ഇനി ഞാന് അല്ല ഈ വീട് ഓൾറെഡി പൊട്ടിക്കിടക്കുമല്ലേ. ഇനി ആർക്കും ഈ വീട് വേണ്ടി വരും. ഞാൻ ഈ വീടിന്റെ പൊട്ടിച്ചിട്ട് ഈ വീടിന്റെ സ്ഥലത്ത് എൻ്റെ വീടുണ്ടാക്കിയാലോ? അറിയാം പുറകെ ലാവയുണ്ട്. പൊളി. ഞാൻ ലാവ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അയാൾ ഉണ്ടായിക്കോട്ടെ. ആദ്യം ബക്കറ്റ് ഉണ്ടാക്കണ്ടേ? വിലേജർ മാമ നിനക്കെന്താണ് ഈ പരിപാടി ഇവിടെ? ഈ വീട്ടിൽ നിനക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇനി മോളെ ഇനി മോറി ഇതെന്റെ വീടാക്കാൻ പോവാ. അത് നീ അറിഞ്ഞു വെച്ചോ. നിനക്ക് അറിയേണ്ടി വരും. വരാന്ന് വെച്ചാൽ എൻ്റെ വീടാവാൻ പോവാ. ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. അയ്യോ ലാവേ വീഴരുത്. ഒന്നും വീഴരുത്. പയ്യെ ലാവയെ വിരാതെ എടുക്കണം. അത് മാത്രല്ല ഞാനും വീഴരുത്. ചുക്കാച്ചിയും കുക്കാച്ചി. ആ അല്ല ചങ്കാലി. ചുക്കാച്ചി അവിടെ. ചുക്കാച്ചി അവിടെ. ചങ്കാലി വാ. ചങ്കാലി. ആ
ഞാൻ പേടിച്ചു പോയി. എന്നാലും ആ ലാവേ വീണോന്ന്. വീണാ നീ തീർന്നു. അവിടെ തന്നെ ഇരുന്നോ രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും വീഴാൻ സാധ്യതയുണ്ട്. എൻ്റെ പുറകെ വന്നു. ഞാൻ വീണ കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരും. നിങ്ങളുടെ കാര്യം പറയാൻ പറ്റൂല. നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നിങ്ങൾ ചത്തേ പോരുത്. ചത്ത എനിക്ക് നല്ല വിഷമാവും. ചുക്കാച്ചിയും ചങ്കാലിയും ബെസ്റ്റ് ഡുവോ ഓഫ് ഓൾ ടൈം. ചുക്കാച്ചിയും ചങ്കാലി. നിങ്ങൾക്ക് ആ പേര് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ചുക്കാച്ചിയും ചങ്കാലിയും രണ്ടിനും ചീയുണ്ട്. അതാ ചീയും ചായും, രണ്ടിനും ചീയും ചായുവാ. എന്താണ് ഈ പുള്ളി കാണിച്ചോണ്ടിരിക്കുന്നത്? ഇറങ്ങിപ്പോയി പോടാ. നിന്റെ വീടല്ല ഇത്, ഇറങ്ങിപ്പോയിക്ക മര്യാദക്ക്. ഇനി മുതൽ നിന്റെ വീടല്ല. ഇവിടെ ബെഡ് പോലും ഇല്ല. നീ അവിടെ ഇറങ്ങാനാ വേടാ നിന്റെ പ്ലാൻ? സോംബിയുടെ അടുത്ത് സറണ്ടർ ചെയ്യാനാണോ? അത് നടക്കൂല. ഞാൻ ഇതെൻ്റെ വീടാക്കാൻ പോവാ. ഇനി മോല് ഇത് ഫുള്ള് ഞാൻ പൊട്ടിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ പൊട്ട വീട് പോലത്തെ സാധനം വേണ്ട. എനിക്ക് എൻ്റെ വീട് തന്നെ ആക്കണം. ഈ എത്ര നേരം ഞാൻ പൊട്ടിക്കരുത്. അയ്യോ വേണ്ട, ഇപ്പൊ നമ്മുടെ ഡ്യൂറബിലിറ്റി തീരും. അയ്യോ ഓനോ 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 നോ 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 ഓനോ 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 നോ 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 നോ. പൊട്ടി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. ഡയമണ്ട് ഡയമണ്ട്. ഇനി നമുക്ക് വേണ്ട മാമനെ എടുക്കണം. ഡയമണ്ട് സോളോ. പോളി. അതിനൊന്നും എനിക്ക് വേണ്ട. ഇപ്പൊ ഞാൻ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. കറക്റ്റ് പിക്കാക്സ്. എന്നാലും ഡയമണ്ട് കിട്ടിയ ലക്കടേ. ജീവിതത്തിൽ എനിക്കത് മറക്കാൻ പറ്റൂല. ഇത്രയും ലക്ക എനിക്ക്. എന്തായാലും ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു. പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്. അല്ല, സ്റ്റോൺ പിക്കാക്സ് തന്നെ. ഒരു സാധനം കുറവുണ്ട്. എടുക്കട്ടെ, ഇനി ഉണ്ടാക്കട്ടെ. അയണുണ്ടായിരുന്നെങ്കിൽ അഴയെന്ന് വെച്ചുണ്ടാക്കാന്ന്. അതെ, പക്ഷേ അയണൊന്നും ഇല്ല. ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് വരെ എത്ര പെട്ടെന്നാ കിട്ടണേ? എപ്പിസോഡ് 1 വരെ എത്ര പെട്ടെന്ന് ഡയമണ്ട് കിട്ടണേ? ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണില്ല. ആദ്യത്തെ എപ്പിസോഡ് തന്നെ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ കറക്റ്റ് ഡയമണ്ട് കിട്ടുന്നു. ലക്ക് നിങ്ങൾ കാണില്ല ജീവിതത്തിൽ. ഇതാണ് നമ്മുടെ ഏരിയ. അന്നേരം അടുത്ത എപ്പിസോഡില്